ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. റമദാനൊക്കെ ആയിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്ന് പറയണേ. എനിക്ക് ഇതുവരെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോ റമദാൻ 1 വീഡിയോയാണ് ഈ ഷെയർ ആക്കുന്നത് കേട്ടോ. അതിന് കാരണം എന്താന്ന് വെച്ചാല് വീഡിയോ എടുത്തു വെച്ചെങ്കിലും അത് എഡിറ്റ് ചെയ്യാനും അതിന് വോയിസ് ഓവർ എടുക്കാനൊന്നും ഒരു ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇത്തവണ റമദാന് വിചാരിച്ചു വീഡിയോസ് ഒക്കെ കുറച്ച് കുറച്ചിട്ട് നിസ്കാരവും ഖുർആൻ പാരായണം ഒക്കെ കുറച്ച് കൂടുതൽ ചെയ്യാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിന്റെ എഡിറ്റിങ്ങും വോയിസ് ഓവർ എടുക്കലും അങ്ങനത്തെ പരിപാടികളിലൊന്നും ടൈം സ്പെൻഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. വൈകിട്ടൊരു 3 മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. പാൻ ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, കുരുമുളക് ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിപ്പോ നോർമൽ ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ കുറച്ച് ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, എന്നാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത്തവണ റമദാന് ഞാൻ അധികം സ്നാക്സ് ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. സ്നാക്സ് ഒക്കെ മിക്കവാറും പുറത്തുനിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കലാണ് പതിവ്. സ്നാക്സ് ഞാൻ ഉണ്ടാക്കാത്തതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എക്സാം ആണ്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളും അവരെ പഠിപ്പിക്കല്, പിന്നെ കിച്ചണിലെ കാര്യങ്ങള്, നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കല്. അപ്പോൾ അത് ആ ഒരു തിരക്ക് കാരണം നമുക്ക് ഒരുപാടൊന്ന് ടൈം കിച്ചണിൽ ചെലവാക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും ഞാൻ ഇത്തവണ റമദാന് ഫോക്കസ് ചെയ്യുന്നത് നിസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോക്ക് വേണ്ടി ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ ഐറ്റംസ് ഒന്നും തയ്യാറാക്കിയൊന്നും നോക്കിയിട്ടില്ല. സ്നാക്സും ഒട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം. കൂടുതലും ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള സ്നാക്സ് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കും, അങ്ങനെയാണ് കേട്ടോ. കുട്ടികൾക്ക് നോമ്പ് ഉള്ള സമയത്ത് നമുക്ക് സ്നാക്സ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നോമ്പുള്ള ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നല്ലാതെ സ്നാക്സ് ഒക്കെ മിക്കവാറും നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കാറുള്ളത്. അതും വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ മേടിക്കാറുള്ളൂ, ഒരുപാടൊന്നും അങ്ങനെ മേടിക്കില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ നോമ്പ് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ എണ്ണയിൽ വറുത്ത സ്നാക്സ് കഴിക്കുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും നമ്മളത് ചെയ്യും. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ നോമ്പ് തുറന്ന ഉടനെ തന്നെ നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം കഴിച്ചിട്ട് ഒന്ന് നോക്കണം. അപ്പൊ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ടയർഡായി പോകും. പക്ഷെ നമ്മളൊരു ജ്യൂസ് അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിച്ച് വയറ് നിറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ക്ഷീണം തോന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഒട്ടും ടയർഡ് ആവാതെ തന്നെ നമുക്ക് നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഖുർആൻ പാരായണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പക്ഷെ നമ്മൾ സ്നാക്സ് നോമ്പ് തുറന്ന ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി ടയർഡ് ആയിരിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്നാക്സ് ഉള്ള ദിവസം ഫസ്റ്റ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ വെച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കും. എന്നിട്ട് മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുന്നൊരു പതിവ് ഉണ്ട്. ചായ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കാപ്പിയാണ് കേട്ടോ കുടിക്കാറുള്ളത്. അപ്പൊ ആ കാപ്പിയുടെ കൂടെ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ നമുക്ക് വലിയ ടയേർഡായിട്ട് തോന്നില്ല. ആ ഒരു ടൈമിലാകുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഇതുപോലെ സ്നാക്സ് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് അത്ര ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കുറച്ച് ടൈം ആയല്ലോ നമ്മൾ നോമ്പ് തുറന്നിട്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. മുമ്പൊക്കെ ഞാനിതുപോലെ
നോമ്പ് തുറന്ന് ഉടനെ തന്നെ സ്നാക്സ് കഴിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായി. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മള് പത്തിരി ആണെങ്കിലും നമ്മള് വീട്ടിലെ ആള് അധികമുള്ള സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന വെച്ചാല് പത്തിരിനെ കൂടുതൽ ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. പത്തിരി നമുക്ക് ഒരുപാട് ടൈം വേണമല്ലോ. അപ്പോൾ പത്തിരി ഇപ്പോൾ നമ്മുടെയൊക്കെ എറണാകുളത്തൊക്കെ ഫുള്ള് റെഡിമെയ്ഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നോമ്പ് കാലമാകുമ്പോൾ ഇഷ്ടം പോലെ പത്തിരി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരി പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്യാറുള്ളത്. കറി എന്തെങ്കിലും റെഡിയാക്കും. പത്തിരി അല്ല, ഇനി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇടിയപ്പം ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പത്തിരി മാത്രമാണ് കേട്ടോ പുറത്തുനിന്ന് മേടിക്കാറ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു പുട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാറുണ്ട്. മക്കൾക്ക് നോമ്പുള്ളപ്പോൾ നമുക്ക് കറി എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും കറി റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മൾ ചിക്കൻ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ആ ഒരു തേങ്ങാപ്പാലിന്റെ ആ ഒരു തിക്നെസ്സോടുകൂടിയുള്ള കറിയാണ് കേട്ടോ വരുന്നത്. ഇതാ ഇപ്പൊ കണ്ടില്ലേ, നല്ല കുറുകിയ ഒരു ചിക്കൻ കറിയാണ് റെഡി ആയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പത്തിരിക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെക്കുമല്ലോ. അപ്പോൾ ആ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഈ കറി കൂട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാല് നോമ്പ് തുറക്ക് വേണ്ട ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് മിക്കവാറും ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ് വാട്ടർമെലൺ, അതുപോലെ തന്നെ ഷമാം എന്ന് പറയില്ലേ ആ ഒരു ഫ്രൂട്ട്, പിന്നെ ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ 3-4 ഐറ്റമാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഡേറ്റ്സും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്ത ശേഷം അതുപോലെ നമ്മൾ കുടിക്കാനായിട്ട് ടാങ്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ടാങ്ക് കലക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ടേബിളിലേക്ക് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അതൊക്കെ ഞാൻ തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പിൻ്റെ ടൈമിൽ നമ്മൾ ഭക്ഷണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നതിന് പകരം നിസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും ഒക്കെ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക. ഈ ഒരു മാസം നമുക്ക് അള്ളാഹു തന്ന ഒരു പുണ്യമാസമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.